ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ബോണ്ടേജിലേക്ക്, ഒരു ബന്ധനത്തിലേക്ക് ആകുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട് രൂപാന്തരം പ്രാപിക്കുക എന്നാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കുന്നവരല്ല എങ്കിൽ, നമ്മുടെ മനസ്സ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ല എങ്കിൽ അവിടെ ബോണ്ടേജുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ചുരുക്കുക, അല്ലെ? സ്ട്രോങ് ഹോൾഡുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ഹോൾഡുകൾ പിശാചിൻ്റെ ആയുധമാണ് നമ്മളെ വലിച്ച് താഴെ ഇടുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവത്തെപ്പറ്റി കാര്യങ്ങൾ ചിന്തിക്കുക, അല്ല, സ്വർഗത്തിൻ്റെ രാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് കളങ്കപ്പെട്ടു പോകാതെ, മനസ്സ് പിന്നെയും എന്താ പറയുക, ഒരു ബോണ്ടേജിലായി തീരാതെ നമ്മൾ ശ്രമിക്കുക, അല്ലെ, ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കുക. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളെ സ്വതന്ത്രരാക്കിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. താങ്ക് യു മാസ്റ്റർ. പിതാവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കൊളോഷ്യക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 3-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ. കൊളോഷ്യന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ മരിച്ചവരാണ്, അല്ലെ? നമ്മൾ മരിച്ചവരാണ്. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ സാധാരണക്കാരായ മനുഷ്യരെ പോലെ അങ്ങനത്തെ ഒരു ജീവൻ ജീവിക്കുന്ന വ്യക്തികളല്ല നമ്മളിന്ന് യേശുക്രിസ്തുവിൽ ഉള്ള വ്യക്തികളാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചു പോയിരുന്ന നമ്മുടെ സ്പിരിറ്റ്, അതിന് ദൈവം ജീവൻ വെച്ചിപ്പിച്ചുകൊണ്ട് യേശുവിലാക്കിയിരിക്കുന്ന വ്യക്തികളാണ്. ഇന്ന് നമ്മളുടെ സ്ഥാനം യേശുവിലാണ്. യേശുവിന്റെ ഒപ്പം സ്വർഗത്തിന്റെ അല്ലെ റിലംസിൽ നമ്മളായിരിക്കുന്നു. പിതാവിന്റെ വലഭാഗത്താണ് യേശു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊന്നുമില്ല. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മളായിരിക്കണം. അപ്പൊ ഇവിടെ പറയുക, യേശുവിനൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി പറഞ്ഞിരിക്കുക. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പൊ എന്തിനാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണെങ്കിൽ, നമ്മൾ യേശുവിന്റെ ഒപ്പം ഉള്ളവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ഭൂമിയിലുള്ളതിൽ ഉയരത്തിലുള്ളതിനെ ചിന്തിക്കുക എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് എബോ. നമ്മുടെ മനസ്സ് മുകളിലുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക, നമ്മുടെ മനസ്സിനെ മുകളിലുള്ള കാര്യത്തിൽ സെറ്റ് ചെയ്തിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യുക, അല്ലെ? സ്വർഗത്തിന്റെ രാജ്യത്തിൽ ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങളിൽ സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പോ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ മനസ്സിൽ യുദ്ധമുണ്ട്, അല്ലെ? നമ്മളുടെ മനസ്സെന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി തന്നെയാണ്. 91-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: പകൽ പറക്കുന്ന അസ്ത്രങ്ങളെ ഞാൻ നമ്മൾ ഭയക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് അസ്ത്രങ്ങളൊക്കെ പറക്കുന്നുണ്ടെന്ന് ചുരുക്കം. രാത്രി സ്വപ്നം വഴിയും ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാം, അല്ലെ? അപ്പൊ ഈ പകല് അസ്ത്രം പറത്തുന്നവനാരാണ്? പിശാച്, അല്ലെ? രാത്രി സ്വപ്നം വഴിയും പല രീതിയിലും മനുഷ്യരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ ശ്രമിക്കുന്നതും ഒക്കെ പിശാച് തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ മനസ്സ് നമ്മൾ ദൈവത്തിൽ കോൺസെൻട്രേറ്റഡ് ആയില്ല എങ്കിൽ അത് പിന്നെ ബോണ്ടേജിലായപ്പോൾ ചാൻസ് കൂടുതലുണ്ട് ആണെന്ന് ചുരുക്കം. അപ്പൊ നമുക്കറിയാം പല രീതിയിലാണ് നമ്മുടെ മനസ്സ് ബോണ്ടേജിലായി പോകുന്നത്. ഒന്നാമതായിട്ട് പറയുമ്പോൾ നമ്മളുടെ ജഡത്തിന്റെ സ്വഭാവം, അല്ലെ? ജഡത്തിന്റെ സ്വഭാവം. ഇതേ ചാപ്റ്റർ തന്നെ താഴേക്ക് വായിക്കാൻ നമുക്കറിയാൻ പറ്റും. എന്താ ഇങ്ങനെ 5-ാമത്തെ വാക്കിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരവിപ്പിൻ, അല്ലെ? പിന്നെ താഴേക്ക് വരുമ്പോൾ പറയുക, ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾക്കും മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവൻ, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നടക്കരുത് എന്ന് പറയുക.
അപ്പൊ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും അല്ലെ. എന്താ പറഞ്ഞാൽ കോപത്തിലും ക്രോധത്തിലും ഈർഷ്യയിലും വായിൽ നിന്ന് വരുന്ന വായിൽ നിന്ന് ദൂഷണമൊക്കെ പറയുന്ന വ്യക്തികളും, പിന്നെ അന്യരോട് പോഷ്ക് പറയുന്ന, അങ്ങനെ പല കള്ളത്തരം പറയുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അതെല്ലാം നമ്മുടെ മനസ്സിനെ എന്താ പറയാ കട്ടുള്ളതും ബോണ്ടേജിലാക്കി വെക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ കുറ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവര് ഗോസിപ്പ് പറയുക, ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വളരെയധികം ബന്ധനത്തിലാക്കി വെക്കുന്ന കാര്യമാണ്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ മനസ്സിനെ ബന്ധത്തിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഒരു കാര്യമാണ് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെ. ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ജീവിക്കും, നമ്മുടെ മനസ്സ് ബന്ധനത്തിലായിരിക്കും. പിന്നെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ, സാഹചര്യം അനുസരിച്ച് വരുന്ന കാര്യങ്ങളോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആവലാതികൾ. ഉദാഹരണമായിട്ട് പറയുന്നത്, ആർക്കെങ്കിലും വയ്യാതിരിക്കുവാണെങ്കിൽ, അസുഖങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെ കുഞ്ഞുങ്ങളെ പഠിത്തത്തിന്റെ കാര്യത്തില്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലെ, ജോലി സ്ഥലത്ത് സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിനെ ബന്ധനത്തിൽ ആക്കി വെക്കുക ചെയ്യുന്നല്ലേ. എത്രയോ പ്രാവശ്യം സ്ട്രെസ്സായിട്ട് നമ്മുടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് തന്നെ ചിന്തിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വീട്ടിൽ വന്നാലും അത് മനസ്സിൽ നിന്ന് മാറുന്നില്ല, അല്ല അത് തന്നെ പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ പേരിങ്ങനെ മനസ്സിൽ അല്ല ഇങ്ങനെ ചിന്തിച്ച് ഡിപ്രഷനായി പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ. എത്രയോ ആൾക്കാർക്ക് ഇങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞ് മനസ്സൊരുമാതിരി എന്താ പറയുന്നെ കട്ടിയുള്ള വ്യക്തികളായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെ എന്താ പറയുന്നെ ബന്ധനത്തിലാക്കി നിർത്തുകയാണ്. പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ലോകത്ത് നിന്ന് കേൾക്കുന്ന കാര്യങ്ങള്, അല്ല ന്യൂസിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങള്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങള്, പിന്നെ ചർച്ചിലുള്ള കാര്യമാണ് ചില പാസ്റ്റർമാരുടെയൊക്കെ സംസാരങ്ങള്, ചില പാസ്റ്റർമാര് എന്താ പറയുക അവരുടെ പഠിപ്പിക്കല് റോങ് ആയിട്ടുള്ള ടീച്ചിങ്സുകള്, അങ്ങനെ പിന്നെ നമ്മുടെ അയൽവക്കംകാര് പറയുന്ന കാര്യങ്ങള്, അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ എന്താ പറയുക ബന്ധനത്തിലാക്കി നിർത്താൻ കഴിവുള്ളതാണ്. അപ്പൊ ഈ ടീച്ചർമാര് റോങ് ആയിട്ട് പറയുന്നതിനെ പറ്റി ഇങ്ങനെയുള്ള കൊളോസ്യർക്ക് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 8ാമത്തെ വാക്കില് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അതോ മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പൊ തത്വജ്ഞാനവും വഞ്ചനയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പലരും നമ്മുടെ ചർച്ചിൽ നുഴഞ്ഞു കയറുമ്പോൾ ചുരുക്കം. അപ്പൊ അവര് പറയുന്നത് കേട്ടിട്ട് അല്ലെ നമ്മള് കലങ്ങി പോകാൻ ഇടവരും, നമ്മുടെ മനസ്സ് ബന്ധനത്തിലായി പോകാൻ ഇടവരുത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബൈബിളിൽ അല്ലെ, ന്യൂ ടെസ്റ്റ്മെന്റില് ഒത്തിരി സ്ഥലത്ത് ദൈവം പറഞ്ഞിട്ടുണ്ട് ഫോൾസ് പ്രോഫറ്റ്സ് വരുന്നതിനെ പറ്റി. അല്ലെ പീറ്റർ പറഞ്ഞിട്ടുണ്ട്, ജൂഡയ്ക്ക് ഒറ്റ ബുക്കേ ഉള്ളൂ, അതിലേക്ക് പോകുമ്പോ അല്ലെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ. ഇപ്പൊ ഇവിടെ തന്നെ കൊളോസ്യർക്കെതിരെ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്നു ഫോൾസ് ടീച്ചേഴ്സും ഫോൾസ് പ്രോഫറ്റ്സും ഒക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ അതെല്ലാം നമ്മുടെ മനസ്സിനെ ബന്ധനത്തിലാക്കി വെക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ ബന്ധനത്തിലാക്കി വെക്കുന്നോണ്ടുള്ള അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജഡത്തിന്റെ സ്വഭാവം ജഡത്തിന്റെ സ്വഭാവം തന്നെയല്ല, പിന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റുവേഷനുകളിൽ നിന്ന് വരുന്ന ഒരു ആ പ്രയാസങ്ങൾ അല്ലെ, അതിനെ പറ്റിയുള്ള നമ്മൾ വ്യാകുലതകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഇതുപോലെ റോങ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അപ്പോസ്റ്റലന്മാരും പാസ്റ്റർമാരൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും, പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം മനസ്സിനെ ഇങ്ങനെ വ്യാകുലപ്പെടുത്തുമ്പോൾ, ബന്ധനത്തിലാക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബന്ധനം പിശാചിന് ഒരു എൻട്രി വേ ആയിട്ട് തീരുക ചെയ്യുന്നത്. അവന് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെതായിട്ടുള്ള അജണ്ടകളുമായിട്ട് വരാനുള്ള ഒരു എൻട്രി വേ ആയി തീരുക ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്ട്രോങ് ഹോൾഡുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുക അതിന് ചാൻസ് ഉണ്ട്, ചാൻസ് അല്ല അത് അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ 10ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ വാക്കൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മള് ജഡത്തിൽ യേശുക്രിസ്തു പോൾ വഴി സംസാരിക്കുകയാണ്. നമ്മള് ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ ജഡത്തെ സ്വഭാവത്തിലല്ല, ശരീരം നമുക്കുണ്ടല്ലോ, ശരീരത്തെ പറ്റി പറഞ്ഞ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മുടെ വെപ്പൺസ് അല്ലെ എന്ന് വെച്ചാൽ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് സാധാരണ ജഡത്തിലുള്ള ആയുധമല്ല, ദൈവത്തിൽ ശക്തിയുള്ളവയാണ് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾക്ക്
വെപ്പണൊക്കെ വേണ്ട എപ്പോഴോ യുദ്ധം നടക്കുമ്പോഴല്ലേ. അപ്പൊ അതിന് നമ്മുടെ കയ്യില് ആയുധമുണ്ടെന്ന് പറയുമ്പോൾ യുദ്ധമുണ്ട് നമുക്ക് ചുരുക്കം. അപ്പൊ എഫേസ്യർക്ക് ലേഖനത്തിലെ 6-ാമത്തെ ചാപ്റ്ററിൽ അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യുദ്ധമുണ്ട്, പ്രിൻസിപ്പാലിറ്റീസിനോടും പവേഴ്സിനോടും നമുക്ക് യുദ്ധമുണ്ട്. ജഡരക്തങ്ങളോടല്ല യുദ്ധം. ശരിക്കും പറഞ്ഞാൽ അതിന്റെയൊക്കെ പുറകിൽ വർക്ക് ചെയ്ത പിശാചിനും അവന്റെ ടീമിനോട് നമുക്ക് യുദ്ധമുള്ളൂ. അപ്പൊ അതിന് അവനെതിരായിട്ട് നിൽക്കാൻ ദൈവത്തിന്റെ ആയുധവർക്കം തന്നിരിക്കുക. ദൈവത്തിന്റെ വാക്കെന്ന വാൾ നമുക്ക് തന്നിരിക്കും. വിശ്വാസം വയ്ക്കുന്ന പരിചി നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന്റെ റൈച്ചസസ് ആണ് ബ്രസ്റ്റ് പ്ലേറ്റ് നമുക്ക് തന്നിരിക്കുന്നു. സ്മൂത്തായിട്ടുള്ള ബെൽറ്റ് നമുക്ക് തന്നിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് തന്നിരിക്കുക. ദൈവത്തിന്റെ എന്താ പറയാ ആർമർ അല്ലെ, പടച്ചട്ടകൾ നമുക്ക് തന്നിരിക്കുവാണ്. അതായത് നമ്മുടേതല്ല, ദൈവത്തിന്റെ തന്നിരിക്കുന്നത് അല്ലെ, മൈറ്റിയാണത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അല്ലെ. കോട്ടകളെ ഇടിപ്പാൻ, സ്ട്രോങ് ഹോൾഡുകളുടെ ഇടിപ്പുകളെ. സ്ട്രോങ് ഹോൾഡുകൾ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പിശാച് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. മനസ്സിലാണ് ഇതൊക്കെ നടക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെയാണ്. അപ്പൊ സ്ട്രോങ് ഹോൾഡുകൾ, കോട്ടകളെ ഇടിച്ച് തകർക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. അപ്പം ഇനി എന്താണ് വെപ്പൺസ് എന്ന് കൂടെ പറയാം, അത് ആയുധങ്ങൾ എന്ന് പറയാം. പിന്നെ പറയാം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലാക്കി തീർന്നിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സില് ഇതെല്ലാം നടക്കുന്നത് മനസ്സിലാണ് കേട്ടോ. കാരണം മനസ്സ് നമ്മുടെ സോളിന്റെ പാർട്ടാണ്. അതിപ്പോഴും ഈ ലോകവുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് അല്ലെ, സ്പിരിറ്റ് ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. സ്പിരിറ്റ് ചത്ത സ്പിരിറ്റ് ആയിരുന്നു. പക്ഷെ ചത്ത സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകലത്തിലായിരുന്നു അല്ലെ. ജീവനുള്ള ദൈവമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക മാത്രമാണ്. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് വഴിയാണ് ദൈവം നമുക്ക് നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. ദൈവം നമ്മുടെ സ്പിരിറ്റിനോടാണ് സംസാരിക്കുക ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ സ്പിരിറ്റിനുള്ളിലാണ് ജീവിക്കുന്നത്. അപ്പൊ സ്പിരിറ്റ് വഴിയാണ് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ സോൾ എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിന് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും റിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ സോളിന്റെ പാർട്ടാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡിനൊക്കെ മസിൽ മെമ്മറി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റി അല്ലെ, ഗോസിപ്പ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ യേശു വരുന്നതിന് മുമ്പ് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഗോസിപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അതൊരു അതിന്റെ ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ റിന്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മുടെ മനസ്സിലെ കോട്ടകൾ അല്ലെ, സ്ട്രോങ് ഹോൾഡുകൾ പിശാച് ഉണ്ടാക്കുന്നതുണ്ട്. പിന്നെ അവയിൽ ചില സങ്കല്പങ്ങളുണ്ട്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഇടർച്ചകളും അല്ലെ, അഹങ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൗഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ വിചാരങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. സ്ട്രോങ് ഹോൾഡുകളുണ്ട്, പലതരത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് എതിരായിട്ട് പൊങ്ങുന്ന അഹങ്കാരങ്ങളും പ്രൗഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനെ എല്ലാം അല്ലെ എതിർത്ത് നിൽക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ചിന്തകൾ പിശാച് തന്നെ കൊണ്ടുവരും നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മനസ്സ് ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ എവിടെയെങ്കിലും ബന്ധനത്തിലായി പോയിട്ടുണ്ട്, പിന്നെ പിശാച് കയറി നമ്മുടെ മനസ്സിൽ എന്താ പറയണ കോട്ടകൾ കെട്ടിപ്പടുക്കുന്നു. പിന്നെ ആവശ്യമായ സങ്കല്പങ്ങളെ കൊണ്ടുവരുന്നു, ആവശ്യമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് നമ്മളെ കൊണ്ട് തന്നെ അഹങ്കാരികളാക്കി അല്ലെ, അത് ദൈവത്തിനെതിരായിട്ട് നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുക. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഇവിടെ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, അതിന് നമ്മൾക്ക് ഇതിനെല്ലാം എന്താ പറയണ വളരെ ശക്തിപരമായിട്ടുള്ള ആയുധങ്ങൾ, ഇതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആയുധങ്ങളുടെ ഉദാഹരണമാണ് ദൈവത്തിന്റെ ബ്ലഡ്, യേശുക്രിസ്തുവിന്റെ രക്തം അല്ലെ. പിന്നെ നമ്മുടെ ടെസ്റ്റ് മണി. കാരണം യേശുവിന്റെ രക്തം കൊണ്ടും നമ്മുടെ ടെസ്റ്റ് മണി കൊണ്ടാണ് നമ്മൾ പിശാചിനെ ഓവർകം ചെയ്തത് അല്ലെ. അങ്ങനെയാണല്ലോ റെവലേഷന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, വെളിപാടിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയണം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ കൊലോസ്യർ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യേശുവിന്റെ ഒപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റ വ്യക്തികളാണെങ്കിൽ എന്താ പറയുക, ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി, ഭൂമിയിലുള്ളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങള്, സ്വർഗത്തിലുള്ള കാര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറ്റുന്ന വെച്ചാൽ, നമ്മളിപ്പോ ബോണ്ടേജിലായി പോവുകയാണെങ്കിൽ എങ്ങനെയായാലും നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സാണെങ്കിൽ അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമായിട്ടൊരു കണക്ഷനിലേക്ക് വരാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ
ചിന്താഗതികളാണല്ലോ, ഓരോ തരത്തിലുള്ള ചിന്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനോട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല, ദൈവത്തിന് സ്നേഹം ഉണ്ടാകത്തില്ല, അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങും, പിന്നെ ബന്ധനത്തിലായി പോവുക തന്നെ ചെയ്യും അല്ലെ. അപ്പോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മള് യുനോ നമുക്ക് ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല, പിന്നെ നമുക്ക് ദൈവം പറയുന്ന കാര്യം നമുക്ക് അനുസരിക്കാൻ സാധിക്കും, നമുക്ക് ദൈവത്തിന്റെ സർവീസ് ചെയ്യാൻ സാധിക്കും. ദൈവം ദൈവം നമ്മോട് പറയുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ദൈവമായിട്ട് ഒരു വിധത്തിലുള്ള ബന്ധം നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ ആകരുത്. അതിനെപ്പറ്റിയാ ദൈവം വന്നപ്പോ. കാരണം ദൈവം നമ്മോട് എങ്ങനെ ദൈവം നമ്മോട് പറയുന്നത്, നമ്മുടെ മനസ്സ് റിന്യൂ ചെയ്തതോടുകൂടി നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പറ്റും. നമുക്ക് ഇതിനകത്ത് 12ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യമുണ്ടല്ലോ അല്ലെ, നമ്മുടെ മനസ്സ് റിന്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പറ്റുമെന്ന് പറഞ്ഞു. എഫേസ്യർക്കെതിരായിട്ട് 4 അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ ആറ്റിറ്റ്യൂഡെല്ലാം റിന്യൂ ചെയ്തുകൊണ്ട് അല്ലെ, ദൈവത്തിന്റെ നോളജ് റിന്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ബന്ധനത്തിലൊന്നും അല്ലാതിരിക്കുന്ന വ്യക്തികളായി തീരുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അല്ലെ, നമ്മൾ ദൈവത്തിന്റെ വഴി നടക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ബോണ്ടേജുകളൊക്കെ ആയിട്ട് ബന്ധനത്തിലായിട്ട് പിന്നെയും പിന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികളാകരുത്. അപ്പൊ അതിനായി ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഭൂമിയിലുള്ള കാര്യത്തെ പറ്റി ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന റോങ് ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അതൊന്നും നമ്മളെ ബന്ധിപ്പിക്കാതിരിക്കട്ടെ, നമ്മൾ ബന്ധത്തിലാക്കാതിരിക്കട്ടെ. നമ്മൾ ദൈവത്തിനെ പറ്റി മാത്രം ചിന്തിക്കുക, ദൈവത്തിന്റെ വഴികളെ പറ്റി ചിന്തിക്കുക, ഉയരത്തിലുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശുക്രിസ്തുവിൽ നമുക്ക് വളരാൻ സാധിക്കും. യേശുക്രിസ്തുവിൽ നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാനും സാധിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ അല്ലെ, വ്യാകുലമായിട്ട് വരുന്ന ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കും അല്ലെ. ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ഓപ്പറേറ്റ് ചെയ്യാതിരിക്കും. നമ്മളോട് തന്നെ യേശുക്രിസ്തു പറഞ്ഞത്, നമ്മള് ഒന്നിനെ പറ്റി തന്നെ വറിയാകരുത്, എല്ലാം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്യാസ്റ്റ് ഇൻടു ഹിം ഓൾ അവർ വറീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാ വറീസും ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാണ് എല്ലാം ചുമന്നുകൊണ്ടിരിക്കുന്നില്ല, വെറുതെ നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്. അപ്പൊ ദൈവത്തിൽ നമുക്ക് വളരാൻ സാധിക്കും, നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിലാണെങ്കിൽ അല്ലെ, ബന്ധനത്തിലാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒന്നും ഒരു അവസ്ഥയിലാകാതിരിക്കട്ടെ അല്ലെ. നമ്മള് ദൈവത്തെ പറ്റി മാത്രം ചിന്തിക്കുക, ദൈവത്തിന് എന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. നമ്മളെപ്പോഴും നന്ദിയുള്ള ഹൃദയമായിരിക്കും, എപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ട്രോങ് ഹോൾഡുകളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല. നന്ദി പിതാവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും കർത്താവ് ഞങ്ങൾ അങ്ങയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങയുടെ വഴി കൂടെ നടക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കട്ടെ. കർത്താവെ, സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവോട്. അപ്പൊ അതെന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വേവലാതികൾ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവരെ അതിൽ നിന്നെല്ലാം വിടുവിക്കണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവോട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഈ വചനം അവർക്കൊരു അനുഗ്രഹമായി തരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് കേട്ട നന്ദി, ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.